എന്നത് ഡി എൻ എയിലെ ജനറ്റിക് ഇൻഫർമേഷൻ ഉപയോഗിച്ച് സെല്ലിൽ പ്രോട്ടീൻ നിർമ്മിക്കുന്ന പ്രക്രിയയാണ്. ഇത് 2 ഘട്ടങ്ങളിലായി നടക്കുന്നത്. ഒന്നാമത്തേതാണ് ട്രാൻസ്ക്രിപ്ഷൻ, രണ്ടാമത്തേതാണ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇത് ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്, ന്യൂക്ലിയസിൽ വെച്ചാണ് നടക്കുന്നത്. ഡി എൻ എയിലെ ഒരു പ്രത്യേക ഭാഗം, അതിന് നമ്മൾ ജീൻ പറയും, ഓപ്പൺ ചെയ്യുന്നു. ആ ജീനിലുള്ള വിവരങ്ങൾ mRNA മെസഞ്ചർ RNA ആയി കോപ്പി ചെയ്യപ്പെടുന്നു. ഈ mRNA ഡി എൻ എയിലെ സന്ദേശം സൈറ്റോപ്ലാസത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാകുന്നു. രണ്ടാമത്തെ പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. രണ്ടാമത്തെ പ്രോസസ്സിന് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? സൈറ്റോപ്ലാസത്തിലേക്ക് വെച്ച് നടക്കുന്നു. അതിൽ പ്രധാന ഘടകമാണ് ഏത്? റൈബോസോം. mRNA ന്യൂക്ലിയസ് വിട്ട് സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നു. mRNA റൈബോസോമിനോട് ചേർന്ന് tRNA ട്രാൻസ്ഫർ RNA ഓരോ അമിനോ ആസിഡും കൊണ്ടുവരുന്നു. mRNAയിലെ കോഡോൺ 3 ബേസസിനെയാണ് നമ്മൾ കോഡോൺ എന്ന് പറയുന്നത്. അതനുസരിച്ച് അമിനോ ആസിഡ് ചേർത്ത് പ്രോട്ടീൻ ചെയിൻ ഉണ്ടാക്കുന്നു. പ്രോട്ടീൻ സിന്തസിസിൽ പങ്കെടുക്കുന്ന RNAകളാണ്. പ്രോട്ടീൻ സിന്തസിസിൽ പങ്കെടുക്കുന്ന RNAകൾ ഏതൊക്കെയാണ്? mRNA, tRNA, rRNA. mRNA ആണ് ഡി എൻ എയിലെ സന്ദേശം കൊണ്ടുവരുന്നത്. tRNA അമിനോ ആസിഡ്സിനെ റൈബോസോമിലേക്ക് എത്തിക്കുന്നു. rRNA റൈബോസോമിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്താണ് പ്രോട്ടീൻ സിന്തസിസ്? പ്രോട്ടീൻ സിന്തസിസ് എന്നത് ഡി എൻ എയിലെ ജനറ്റിക് ഇൻഫർമേഷൻ ആദ്യം ട്രാൻസ്ക്രിപ്ഷൻ വഴി mRNA ആയി മാറുകയും പിന്നീട് ട്രാൻസ്ലേഷൻ വഴി റൈബോസോമിൽ അമിനോ ആസിഡ് ചേർത്ത് പ്രോട്ടീൻ രൂപപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ്.